ഹലോ ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. ഇപ്പോൾ സമയം ഫ്രൈഡേ 5th നൈറ്റ് 8 PM ആണ്. ഇന്നലെ 2 o'clock ഇൻഡിഗോ ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു. അപ്പം അവർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. 5:40 ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരുന്നു. ഫൈൻ, നമ്മൾ എന്നിട്ട് 5:40 ആകുമ്പോഴേക്കും എത്തി. അപ്പോഴാണ് പിന്നെയും ഡിലേ ആണ്, ഒരു 9:40 ആ ടൈമിലേക്ക് ഡിലേ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതും ഓക്കെ. നമ്മൾ ബാഗേജ് എല്ലാം കൊടുത്തു. ആ സമയമാകുമ്പോൾ തിരിച്ചു വന്ന് ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. ഉള്ളിൽ കയറിയപ്പം 10:40 കാണിച്ചു. ഓക്കെ, 1 hour അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്നു. അതിനുശേഷം പിന്നെ ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. ഒരുപാട് കുറേ പേര് അച്ഛൻ മരിച്ചിട്ടും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ടും ഒക്കെ മോർണിംഗ് ഒക്കെ എടുത്തതാണ്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പെട്ടുപോയി. എന്നിട്ടും അവർ ഒരു ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് നമ്മളോട് എങ്ങനെയാണ് സംഭവം എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞതോ ഒന്നുമില്ല. മാത്രമല്ല, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കൊന്നും അറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എവിടെ ഇരിക്കണ്ടേ? ഗേറ്റ്സ് ആണെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനായിരുന്നു. കഴിഞ്ഞ് എല്ലാവരും കൂടെ പോയി കുറേ സംസാരിച്ചു. കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ടാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളെയും കൊണ്ടൊക്കെയാണ് ആൾക്കാർ വന്നിരുന്നത്. എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മോനും ഞാനും കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നറിയോ റൂമിന് വേണ്ടിയിട്ട്. അവർ റൂമോ റിഫ്രഷ്മെൻറ്റ്സ് തരാമെന്ന് പറഞ്ഞു. മെഗ്ഡിന്ന് ബർഗർ, അതും അവർ ബർഗറും സോഫ്റ്റ് ഡ്രിങ്ക്സും മാത്രം. കുട്ടികൾക്ക് എത്ര പ്രാവശ്യം ബർഗറും സോഫ്റ്റ് ഡ്രിങ്ക്സും മാത്രം കൊടുത്തിട്ട് ഇതാക്കാൻ പറ്റും? മോർണിംഗ് തൊട്ടിട്ട് എത്ര നേരം അത് മാത്രം കൊടുത്തിട്ട് അവർക്ക് എത്താൻ പറ്റും? ഇറ്റ് വാസ് പത്തറ്റിക്. അത് കഴിഞ്ഞ് കുറേ അവരോടൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിച്ചിട്ട് അവസാനം റൂം തരാമെന്ന് സമ്മതിച്ചു. അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഏർലി മോർണിംഗ് 3 AM വരെ. 3 AM അപ്പോഴേക്കും പിള്ളേരൊക്കെ നിലത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. 3 AM ഇത് തരുമ്പം അവർ പറഞ്ഞു 7 o'clock ആകുമ്പോഴേക്കും ചെക്ക് ഔട്ട് ചെയ്യണമെന്ന്. അവിടെ കൊണ്ടുപോയി ഒന്ന് സെറ്റിലായി പിള്ളേരെ ഉറക്കിയപ്പോഴേക്കും ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം. അത് കഴിഞ്ഞ് പിന്നെ രാവിലെയും ബർഗർ എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ് സംസാരിച്ച് എന്തോ ഭാഗ്യത്തിന് ലോഞ്ചിൽ ആൾക്കാരുടെ മനസ്സലിവ് കാരണം പിള്ളേർക്ക് ലോഞ്ചിൽ ആക്സസ് കൊടുത്തു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ്ലീസ്റ്റ് ലോഞ്ചിൽ പോയി കഴിക്കാൻ പറ്റി. പിന്നെ അവർ ഉച്ചയ്ക്കും ഒക്കെ സമ്മതിച്ചു. ബട്ട് ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 30 hours ആയി. ഒരു 2-3 hours മുന്നേ നമുക്ക് മെയിൽ വന്നു, മറ്റേ ഫ്ലൈറ്റ് ക്യാൻസൽഡ് അല്ല, റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞു ഒരു 7 o'clock ടൈമിൽ പോകുന്നു. ഇപ്പം ഓൾറെഡി 8 ആയി ടൈം. പിന്നെ ഇപ്പം പറയുന്നു 9:20 ഫ്ലൈറ്റ്. പക്ഷേ ഇതുവരെ ഇവിടുത്തെ ഒരു ഗേറ്റിലോ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നുണ്ടെന്നോ അതല്ല ഏത് സൈഡിലേക്ക് എവിടെയാണ് ഗേറ്റ് എന്നോ ഒരു ക്രൂ മെമ്പർ നമ്മളെ വന്നിട്ടൊന്ന് അക്നോളജ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് അറിയില്ല എന്നാണ്. എയർലൈൻസായിട്ട് കോൺടാക്ട് ചെയ്താലോ അവരും റെസ്പോൺസ് ഒന്നുമില്ല. കുറേ പ്രാവശ്യം വിളിച്ചാൽ അവരുടെ എടുക്കുന്നു പോലുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെറിയ പിള്ളേരെ കൊണ്ട് പിന്നെ ക്രിട്ടിക്കലായിട്ട് നാട്ടിലെത്തേണ്ട ആൾക്കാർ എത്ര പേരാണ് സഫർ ചെയ്യുന്നതെന്നറിയോ? അറ്റ്ലീസ്റ്റ് അവർക്ക് ഫ്ലൈറ്റ് ക്യാൻസലാണെന്നുണ്ടെങ്കിൽ ക്യാൻസലാണെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിളായിട്ട് ഒരാൾ പോലും ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചെറിയ പിള്ളേരെ കൊണ്ടും എത്ര ആൾക്കാർ, വയസ്സായ ആൾക്കാർ, മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർ എല്ലാം ബാഗേജിൽ പോയി. അതിനുപോലും അവരൊരു വഴിയും കണ്ടിട്ടില്ല. ഡയബറ്റിക്സ് ആയിട്ടുള്ളവരും എത്ര പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കൊക്കെ ഈ ബർഗറും കൊടുത്തിട്ട് എങ്ങനെ 2 days സർവൈവ് ചെയ്യാണ്? 30 hours ഓൺലി വിത്ത് ഇത് വെച്ചിട്ട് എങ്ങനെ അവർ സർവൈവ് ചെയ്യുക? ഇത്രയും നേരമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു. എല്ലാവരോടും കംപ്ലയിൻറ്റ് പറഞ്ഞു നോക്കി, എല്ലാവരോടും ചോദിച്ചു നോക്കി. ഇതുവരെ നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എന്നാൽ ഫ്ലൈറ്റ് ക്യാൻസലാണെന്നും പറയുന്നില്ല. നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടുമെന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുന്നില്ല. വേറെ ഫ്ലൈറ്റിലേക്ക് മാറ്റിത്തരുമെന്ന് ചോദിച്ചാൽ അതും അവർ ചെയ്യുന്നില്ല. ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും അവർക്കൊരു ഉത്തരവില്ല. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ട്രാൻസ്ഫേഴ്സിൽ പോയി ചോദിച്ചാൽ അവർ പറയും ഇൻഡിഗോൻ്റെ ആൾക്കാരോട് ചോദിക്കാൻ. അവരോട് ചോദിച്ചാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറയും. എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഒന്നും അറിയാണ്ടാണ് ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ബട്ട് എന്താ പറയുക, ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ,
റിയലി ഹാർഡ്. അതും പിള്ളേരെ കൊണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഡയബറ്റിക്സ് ആയിട്ടുള്ള വയസ്സായ ആൾക്കാരും പിന്നെ ടൂറിസ്റ്റുകാരും ഈ ടൂറിസ്റ്റ് വിസയിൽ വൺസ് അവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഒരു 2 days ആയിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. ഇത്രയും നേരമായിട്ട് ഒരൊറ്റ ഇരിപ്പാണ്. ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് കാല് നീട്ടി ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഇറ്റ്സ് പത്തറ്റിക്.